ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവർ എക്സാമുകൾ ജൂലൈ മുതൽ നമ്മുടെ എക്സാമിന്റെ കലണ്ടർ പ്രകാരം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിലായിട്ട് നമ്മളുടെ ഡ്രൈവർ എക്സാമുകളൊക്കെ തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും അവസാനം എന്നുള്ള രീതിയിൽ നമുക്ക് ഇനിയുള്ള ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഡ്രൈവർ എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളതും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതുമായ 2 സെക്ഷൻസ് ആണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 183-ഉം 184-ഉം. 183, 184, 185 എന്ന് പറയുന്ന ആ ഒരു 3 സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻസ് ആണ്. നമുക്ക് 183-ൽ നിന്നും 184-ൽ നിന്നും സാമ്പിൾ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിനു ശേഷം എന്താണ് ആ സെക്ഷൻ കൊണ്ട് പറയുന്നത്, ആ സെക്ഷനിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സോ ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപകടകരമായ ഡ്രൈവിംഗ്, ഡേഞ്ചറസ് ഡ്രൈവിംഗ് വീണ്ടും ആവർത്തിച്ചാൽ ലൈസൻസ് എത്ര വർഷത്തേക്ക് അയോഗ്യമാക്കും? അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ 2 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 10 വർഷം എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ആൻസർ ഇപ്പൊ പറയുന്നില്ല. നമ്മുടെ ക്ലാസ്സിന്റെ സെക്ഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇതിൽ നിന്ന് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് വീണ്ടും ആവർത്തിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളുണ്ട്. അതായത് അപകടകരമായ ഡ്രൈവിംഗ്, ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആദ്യ തവണ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫൈന് കാര്യങ്ങളും രണ്ടാമത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെനാൽറ്റി ഫൈനും വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫൈൻ എന്താണ്, രണ്ടാമത് വീണ്ടും ആവർത്തിച്ചാൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, എത്ര കാലഘട്ടത്തിനുള്ളിലാണ് ആ രണ്ടാമത് ആവർത്തിക്കുക എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ 2, 3, 5, 10 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലൈസൻസിന്റെ സസ്പെൻഷൻ കാലാവധി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറയുന്ന സമയത്തും അതിൽ ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ, അല്ലെങ്കിൽ 6 മാസം മുതൽ മാക്സിമം 2 വർഷം വരെ അങ്ങനെ പറയാം, അല്ലെങ്കിൽ മിനിമം 1 വർഷത്തേക്കെങ്കിലും ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കുക. കാരണം നമ്മൾ 6 മാസം എന്ന് മാത്രമായിരിക്കും നമ്മൾ ചില സമയങ്ങളിൽ പെട്ടെന്ന് വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വായിച്ചു പോവുക. പക്ഷെ 6 മാസം മുതൽ ഇത്ര വർഷം വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് 6 മാസം മുതൽ 12 മാസം വരെയാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും ചിലപ്പോൾ 8 മാസമായിരിക്കും ആൻസറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കിയിട്ട് എന്താണോ ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഞാൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതേപോലെ തന്നെ ഒരു 183, 184 സെക്ഷനിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. സെക്ഷൻ 183 പ്രകാരം ആദ്യത്തെ 2 കുറ്റകൃത്യങ്ങൾക്കായി ഒരു വ്യക്തിയുടെ ലൈസൻസ് അയോഗ്യമാക്കാമോ? ആ സെക്ഷൻ 183 ആദ്യത്തെ 2 കുറ്റകൃത്യങ്ങൾക്കായി ഒരു വ്യക്തിയുടെ ലൈസൻസ് അയോഗ്യമാക്കാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇല്ല, ഓപ്ഷൻ ബി കോടതിയുടെ അനുമതിയോടെ, ഓപ്ഷൻ സി 6 മാസം കഴിഞ്ഞാൽ, ഓപ്ഷൻ ഡി ലൈസൻസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം. ഇതില് ഈ സെക്ഷൻ നോക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് അയോഗ്യമാക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ മതി, കോടതിയുടെ അനുമതിയോടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈസൻസിങ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം തന്നെ. അപ്പൊ ലൈസൻസ് അയോഗ്യമാക്കാൻ 2 ആളുകൾക്ക് അധികാരമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ മനസ്സിലായിട്ടുണ്ടാവും. അത് ലൈസൻസിങ് അതോറിറ്റിക്കും അധികാരമുണ്ട്, അതോടൊപ്പം തന്നെ കോടതിക്കും അധികാരമുണ്ട്. ഇത് രണ്ടും വേറൊരു സെക്ഷനിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ സെക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഡീപ്പായിട്ട് നോക്കി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വെക്കുക. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലൈസൻസ് അയോഗ്യതയ്ക്കുള്ള നടപടി എത്ര കാലത്തേക്ക് നീണ്ടുപോകാം? ഒരാളുടെ ലൈസൻസ് അയോഗ്യത കൽപ്പിച്ചു, അതുമായി ബന്ധപ്പെട്ട നടപടി എത്ര കാലത്തേക്ക് നീണ്ടുപോകാം എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. 1 മാസം, 3 മാസം, 6 മാസം മുതൽ 5 വർഷം വരെ, 10 വർഷം. ഇപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സെക്ഷനിൽ നിന്ന് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല അല്ലെ, ഏതൊരു സെക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്ന കുറെ സെക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് അല്ലെ. ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്ന സെക്ഷൻസ് ഉണ്ട്. ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്കാണ് അയോഗ്യത കൽപ്പിക്കുക എന്നുള്ള സെക്ഷൻസും ഉണ്ട്. ഈ സെക്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറെ സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഓരോന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ ഈ വീഡിയോയിൽ വെറും 2 സെക്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതില് എത്ര വർഷം മുതൽ എത്ര വർഷത്തേക്ക് വരെ നീണ്ടുപോവാം എന്നുള്ളതാണ് അല്ലെ. നടപടിക്രമങ്ങൾ എത്ര കാലത്തേക്ക് നീണ്ടുപോകാം, എത്ര വർഷത്തേക്ക്. അപ്പൊ മിനിമം ലൈസൻസ് റദ്ദാക്കാൻ എത്ര മാസമാണോ മിനിമം പറയുന്നത് എന്നുള്ളൊരു കണക്കുണ്ടാവും. മിനിമം 6 മാസമെങ്കിലും അയാളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതോടൊപ്പം തന്നെ അടുത്തത് മാക്സിമം 5 വർഷം വരെ പറ്റുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സും നമുക്ക് ഏതെങ്കിലും
ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു നിയമത്തിൽ 5 ഇയേഴ്സും പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ 6 മാസം എന്നുള്ളത് 6 മാസം പറഞ്ഞിട്ടുണ്ടാവും. 6 മന്ത്സും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 ഇയറും പറഞ്ഞിട്ടുണ്ട്. രണ്ട് സെക്ഷനിലായിട്ട് പറഞ്ഞായിരിക്കും. അപ്പൊ നമുക്ക് ഇത് ഒട്ടനവധി സെക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം കൺസോൾട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സെക്ഷനിലോട്ട് പോകാം. ഈ ഒരു 183ഉം 184ഉം എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇനി നമ്മൾ വരാൻ പോകുന്ന ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് CCയിൽ ഡ്രൈവറിന്റെ കോംബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഡ്രൈവർ ഗ്രേഡ് 2ഉം ഡ്രൈവർ OA എഴുതുന്ന ആളുകൾക്കൊക്കെ ഏകദേശം ഒരേ സിലബസിലായിരിക്കും എക്സാം നടക്കുന്നത്. അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറും അതേപോലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും എഴുതുന്ന ആളുകൾക്ക് ഒരേ സിലബസ് തന്നെ ആയിരിക്കും. 20 മാർക്കിന്റെ നമ്മുടെ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡും പോലീസിന്റെ IT ആക്ടിലുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക. ജനറലിന്റെ ഭാഗങ്ങൾ 50 മാർക്കിന് സെയിമും ഇൻക്ലൂഡിങ് മാത്സിന്റെ സെയിമും അതോടൊപ്പം തന്നെ 30 മാർക്കിന് ഡ്രൈവിംഗും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഇതിന്റെ മുന്നേ നടന്ന PSCകളിലൊക്കെ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് 2 എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇനി ഒറ്റ ബാച്ച് അല്ലെങ്കിൽ കോംബോ ബാച്ച് എടുത്തിട്ട് പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോഴ്സിൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കംപ്ലീറ്റ്ലി സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുൾ ക്ലാസ്സസ് ഓൾറെഡി വീഡിയോ ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഈ എക്സാം ചെയ്യുന്ന ആളുകളൊക്കെ പല ആളുകളും ഓൾറെഡി ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, ഡ്രൈവർമാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സസ് കേട്ട് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ ആപ്പിൽ അവൈലബിൾ ആണ്. ദെൻ അതോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. ദെൻ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സെക്ഷൻ 183 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്ഷൻ 183 ഡ്രൈവിംഗ് അറ്റ് എക്സസീവ് സ്പീഡ്, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക. ഡ്രൈവിംഗ് അറ്റ് എക്സസീവ് സ്പീഡ് എക്സെട്ര എന്നുകൂടി കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ. അതായത് അതുമാതിരിക്കുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഡ്രൈവിംഗ് അറ്റ് എക്സസീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അമിത വേഗതയിൽ വാഹനം ഓടിക്കുക. എന്താണ് ഒരാൾക്ക് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ കിട്ടുന്ന പെനാൾട്ടി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സബ് റൂള് പറയാണ്. അതായത് മോട്ടോർ ഇതിന്റെ സബ് 183 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ് സെക്ഷൻ പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ 112 പരാമർശിച്ചിരിക്കുന്ന വേഗതാ പരിധികൾ ലംഘിച്ച് അയാൾ ജോലി ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അവന്റെ നിയന്ത്രണത്തിലുള്ള ആരെങ്കിലും മോട്ടോർ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരായാലും താഴെ പറയുന്ന രീതിയിൽ ശിക്ഷാർഹമായിരിക്കും. സെക്ഷൻ 112 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെ പോവാം. അങ്ങനെ എപ്പോഴും അതായിരിക്കും നന്നാകുക. നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മറവി സംഭവിക്കും. മനുഷ്യന്മാരാണ്, ഓട്ടോമാറ്റിക്കലി മറവി ഉള്ള ആളുകളാണ് എല്ലാവരും. അപ്പൊ ഈ 112 എന്താണ്? ഇപ്പൊ ഈ 153 പഠിക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ 112 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് സ്പീഡ് ആണ് അല്ലെ. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ലിമിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞ ഭാഗമാണ് എന്ത് വരുന്നത്? ഈ 112 വരുന്നത്. അപ്പൊ ഈ 112 ലിമിറ്റ് ഓഫ് സ്പീഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലിമിറ്റ് ഓഫ് സ്പീഡിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്ക്. നമുക്ക് ഓരോ വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് അല്ലെ, ഓരോ വാഹനങ്ങൾക്കും മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സ്പീഡ് എത്രയാണ്? ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡുകളിൽ, അത് നാഷണൽ ഹൈവേ 6 ലൈനിലോടുത്ത്, നാഷണൽ ഹൈവേ 4 ലൈനിലോടുത്ത്, ഡിസ്ട്രിക്ട് റോഡുകളിൽ, മേജർ റോഡുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തെല്ലാം സ്പീഡിലാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്, ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേപോലെ ഒരു സ്കൂൾ ബസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 വീലർ ആണെന്നുണ്ടെങ്കിൽ, ഒരു സിറ്റിയിലൂടെ ഓടുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ സെപ്പറേറ്റ്ലി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സ്പീഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 112 ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. 112 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മൾ 112 പഠിക്കുമ്പോൾ ഇപ്പൊ കറന്റ്ലി എന്താണോ നമ്മളുടെ ഗവൺമെന്റ് ഓർഡർ പ്രകാരം എന്താണോ സ്പീഡ് ഉള്ളത്, ആ സ്പീഡ് കൊണ്ട് വാല്യൂസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എങ്കിലേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനു മുന്നേ നടന്ന എക്സാമുകളെല്ലാം തന്നെ ഒരു വാഹനത്തിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വരാത്ത ഒരൊറ്റ എക്സാമും ഡ്രൈവർ എക്സാമിന് നടന്നിട്ടില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. റീസെന്റ് എല്ലാ എക്സാമുകളിലും സ്പീഡ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 112 പരാമർശിച്ചിരിക്കുന്ന വേഗതാ പരിധികൾ ലംഘിക്കുകയാണെങ്കിൽ അത് താഴെ പറയുന്ന രീതിയിൽ ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അത്തരം മോട്ടോർ വാഹനം ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അത് 1000 രൂപയിൽ കുറയാത്തതും എന്നാൽ 2000 രൂപ വരെ നീണ്ടു നിൽക്കാവുന്നതുമായ പിഴയും.
അപ്പോൾ നമ്മൾ ഓരോ വാഹനത്തിനനുസരിച്ചാണ് സ്പീഡ് ലിമിറ്റ് ലംഘിക്കുന്നതിനുള്ള ഫൈൻ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു വാഹനത്തിന്റെ സ്പീഡ് ലിമിറ്റ് ആ ഒരു വാഹനത്തിനനുസരിച്ചായിരിക്കും അതിന്റെ ഫൈന്. വാഹനങ്ങൾക്ക് അനുസരിച്ച് സ്പീഡ് ലിമിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. LMV ഉപയോഗിക്കുന്നതും ഒരു ഹെവി മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ ഉപയോഗിക്കുന്നതും അല്ലെ, അങ്ങനെയുള്ള അതേപോലെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഉപയോഗിക്കുന്നത്, ഒരു 2 വീലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമുക്ക് സ്പീഡ് ലിമിറ്റ് തന്നിട്ടില്ലേ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഫൈന് വരുന്നത് എങ്ങനെ തന്നെയാണ്, ഓരോ വാഹനങ്ങൾക്ക് അനുസരിച്ചാണ് ഫൈന് വരുന്നത് എന്നുള്ള മനസ്സിലാക്കി. ഓരോ കാറ്റഗറി ഓഫ് വാഹനങ്ങൾ അനുസരിച്ചാണ് ഫൈന് വരുന്നത്. ഓരോ വാഹനങ്ങൾക്കല്ല, ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് മാറും. അപ്പൊ അതൊരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, ആ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ, LMV ആണെങ്കിൽ, അതിന് ഏറ്റവും മിനിമം ഫൈൻ എത്രയാണ്? 1000 രൂപയിൽ കുറയാത്തതും എന്ന് പറഞ്ഞില്ല. അപ്പൊ മിനിമം 1000 രൂപയാണ് മിനിമം ഫൈൻ വരുന്നത് അല്ലെ. 1000 രൂപയിൽ കുറയാത്തതും 2000 രൂപ വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കുറ്റമാണ് എന്നാണ്. അപ്പൊ 1000 മുതൽ 2000 രൂപ വരെ ആയിരിക്കും അതിനെന്തുണ്ടാകുക, ഫൈൻ ഇടുന്നുണ്ടാകുക. അപ്പൊ ഇങ്ങനെ ഒരു LMV ഉപയോഗിച്ചിട്ട് ഒരു സെക്ഷൻ 183 വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈൻ എന്ന് പറയുന്നത് 1000 മുതൽ 2000 രൂപേന്റെ ഉള്ളിലായിരിക്കും. മിനിമം 1000 നിർബന്ധമായിട്ട് ഇടണം, മാക്സിമം 2000 വരെയാണ് ഫൈൻ ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആ ഒരു ഒന്നാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തേലോട്ട് പോകാം. അത്തരം മോട്ടോർ വാഹനം ഇടത്തരം ചരക്ക് വാഹനമോ ഇടത്തരം പാസഞ്ചർ വാഹനമോ ഹെവി ഗുഡ്സ് വാഹനമോ ഹെവി പാസഞ്ചർ വാഹനമോ ആണെങ്കിൽ 2000 രൂപയിൽ കുറയാത്തതും 4000 രൂപ വരെ നീളാവുന്നതുമായ പിഴ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്ത് പറയുന്നത് ഇടത്തരം വാഹനമാണെങ്കിൽ, അതായത് മീഡിയം മോട്ടോർ വെഹിക്കിൾ അല്ലെ, മീഡിയം മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ. ഇടത്തരം പറഞ്ഞു, ഹെവി ഗുഡ്സ് വാഹനമോ ഹെവി പാസഞ്ചർ വാഹനമോ. ഓക്കെ, ഹെവി മോട്ടോർ വെഹിക്കിളിനെ HPMV എന്നും അല്ലെങ്കിൽ HGME എന്നും പറയാം. ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്നും പറയാം, ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയാം. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലെ. ഹെവി ലൈസൻസ് എടുക്കുമ്പോൾ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്നും ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ എന്നും 2 കാറ്റഗറിയിലെ ലൈസൻസ്. ഇപ്പൊ ട്രാൻസ്പോർട്ട് നോൺ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മളെ ലൈസൻസ് ചേഞ്ച് ആകുന്നത് വരെ അങ്ങനെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ മീഡിയം മോട്ടോർ വെഹിക്കിളോ ഹെവി മോട്ടോർ വെഹിക്കിളോ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫൈൻ എന്ന് പറയുന്നത് എത്രയാണ്? 2000. മിനിമം പറയുന്നത് 2000 രൂപയും മാക്സിമം പറയുന്നത് 4000 രൂപയാണ്. അപ്പൊ ആ എമൗണ്ട് പഠിച്ചു വെക്കുക. 2000 രൂപയിൽ കുറയാത്തതും 4000 രൂപ വരെ നീളുന്നതുമായ രീതിയിലുള്ള ഒരു ഫൈൻ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ ഒരു കുറ്റകൃത്യത്തിൽ ഉണ്ടായിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഇരട്ടിയായി എന്ന് ചിന്തിച്ചാൽ മതി. 1000 to 2000 പറഞ്ഞത് 2000 to 4000 ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഈ വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന് വകുപ്പ് 206 ഉപവകുപ്പ് 4 വ്യവസ്ഥകൾക്കനുസരിച്ച് അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കും. അതായത് സെക്ഷൻ 206 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പറയാം. നമുക്ക് സെക്ഷൻ 206 പഠിക്കണം, സെക്ഷൻ 207 പഠിക്കണം. അത് നിർബന്ധമായിട്ടുമാണ്. അതായത് ഇങ്ങനെ ലൈസൻസ്, നമ്മളുടെ രേഖകൾ, വാഹനത്തിന്റെ രേഖകൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പെടുന്ന സമയത്ത് പിടിച്ചെടുക്കാൻ ആർക്കൊക്കെ അധികാരമുണ്ട്, എങ്ങനെയൊക്കെയാണ് പിടിച്ചെടുക്കേണ്ടത്, ഡിജിറ്റൽ രീതിയിലാണ് നമ്മളെ കയ്യിൽ രേഖകൾ ഉള്ളതുണ്ടെങ്കിൽ അതെങ്ങനെ പിടിച്ചെടുക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 206 207 പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന് സെക്ഷൻ 206 സബ്സെക്ഷൻ 4 വ്യവസ്ഥകൾക്ക് അനുസരിച്ചായി ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ 183 വയലേറ്റ് ചെയ്തു, ഫസ്റ്റ് തവണ അല്ല, രണ്ടാമത് വീണ്ടും അത് വയലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് പിടിച്ചെടുക്കാം എന്നുള്ളതാണ് സെക്ഷൻ 183 ഒന്നാമത്തെ സബ് റൂളിലെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സെക്ഷൻ 184 ആണ്. ഡ്രൈവിംഗ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്പീഡ് ലിമിറ്റ് ബ്രേക്ക് ചെയ്തിട്ട് വാഹനം ഓടിക്കുന്നതാണ് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക, ഡ്രൈവിംഗ് ഇൻ ഡേഞ്ചറസ് ആയിട്ടുള്ള വാഹന ഡ്രൈവിംഗ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ നിന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വേഗത്തിലോ പൊതുജനങ്ങൾക്ക് അപകടകരമായ രീതിയിലോ വാഹനം ഓടിക്കുന്നവർ വാഹനയാത്രക്കാർക്കും മറ്റു റോഡ് ഉപയോക്താക്കൾക്കും റോഡിന് സമീപമുള്ള ആളുകൾക്കും എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ആശങ്കയോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നു. ഇതിനാണ് നമ്മൾ ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഒരു
നല്ല സ്പീഡിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അപകടകരമായ രീതിയിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വാഹനം ഓടിക്കുന്നത്, റോഡിലെ ആളുകൾക്കൊക്കെ മറ്റു റോഡ് യൂസേഴ്സിനൊക്കെ എന്തുണ്ടാക്കണം അങ്ങനെ ഒരു രീതിയിൽ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അസ്വസ്ഥതയോടുകൂടി അല്ലെങ്കിൽ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. വാഹനം ഓടിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം, അവസ്ഥ, ഉപയോഗം എന്നിവയും യഥാർത്ഥത്തിൽ ആ സമയത്തുണ്ടായ ട്രാഫിക്കിന്റെ അളവും അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ടാകുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാവുന്നതും ഉൾപ്പെടെ കേസ് ആദ്യ കുറ്റകൃത്യത്തിന് തടവ് ശിക്ഷയോടുകൂടി ശിക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ പോയിന്റുകൾ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വാഹനം ഓടിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം, അവസ്ഥ, ഉപയോഗം, അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്കൊരു സ്പീഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്. ആ സ്പീഡ് ലിമിറ്റ് ഒരു 50 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് മാക്സിമം സ്പീഡ് കൊണ്ട് ഒരു 2 വീലർ കൊണ്ട് മാക്സിമം ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന സ്പീഡ് ലിമിറ്റ് 50 ആണ്. പക്ഷെ അവിടെ ഹെവി ട്രാഫിക്കിൽ ഒരു അവസ്ഥയാണ് എങ്കിൽ, അല്ല ഹെവി ട്രാഫിക്കിൽ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ 50 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ രീതി പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപകടകരമായ ഡ്രൈവിലോട്ട് മാറിപ്പോകും. അതേപോലെ തന്നെ അവിടെ ഒരു കാലാവസ്ഥ കാരണം നമുക്ക് ഒരു മൂടൽമഞ്ഞൊക്കെ വന്നിട്ട് നമുക്ക് ഒരു കാഴ്ച ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഇത്രയും സ്പീഡിൽ പോകുക എന്ന് പറഞ്ഞാൽ അതും അപകടകരമായ ഡ്രൈവിങ്ങിന്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് എന്തൊക്കെ പരിധിയിൽ പെടുന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തിന്റെ അവസ്ഥ, ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഇതില് ആദ്യ കുറ്റകൃത്യത്തിൽ തന്നെ തടവ് ശിക്ഷയോട് കൂടി എന്ത് ചെയ്യും, ശിക്ഷിക്കപ്പെടുന്ന അറിയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതിൽ വെറും ഫൈനിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന, ഇംപ്രിസ്മെന്റ് പറഞ്ഞിട്ടുണ്ടായില്ല, തടവ് ശിക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതില് സെക്ഷൻ 184 തടവ് ശിക്ഷയും കൂടി ഉണ്ട്. മറ്റേതിൽ ലൈസൻസ് പിടിച്ചെടുക്കാന്ന് പറഞ്ഞു, ഇതില് ഫസ്റ്റ് തന്നെ തടവ് ശിക്ഷ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ നോക്കാം എങ്ങനെയാണ് അതിന്റെ എമൗണ്ട്, ഫൈൻ എത്രയാണ് വരുന്നത്, തടവ് ശിക്ഷയുടെ കാലാവധി എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 1 വർഷത്തേക്ക് നീട്ടാവുന്ന ഒരു കാലാവധി, എന്നാൽ 6 മാസത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ 1000 രൂപയിൽ കുറയാത്തതോ പിഴയോ 5000 രൂപയിൽ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. അപ്പൊ 1 വർഷത്തേക്ക് നീട്ടാവുന്ന കാലാവധിയിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ 1000 രൂപയിൽ കുറയാത്തതോ, 6 മാസത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ 1000 രൂപയിൽ കുറയാത്തതോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കേട്ടോ. 5000 രൂപയിൽ മാക്സിമം 5000 രൂപ വരെ, അതായത് 1000 to 5000 വരെ വരും. അതേപോലെ തന്നെ 6 മാസത്തിൽ കുറയാത്തതായിട്ടുള്ള, 1 വർഷത്തേക്ക് നീട്ടാൻ പറ്റുന്ന രീതിയിൽ 6 മാസത്തേക്ക് കുറയാത്തതായിട്ടുള്ള ഒരു കാലാവധി. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ എന്ത് ചെയ്യാം, തടവ് ശിക്ഷ ലഭിക്കാം. അതോടൊപ്പം തന്നെ 1000 രൂപ മിനിമം ഫൈൻ ഇടാം, അല്ലെങ്കിൽ 5000 രൂപ വരെ ഫൈൻ ഇടാം. അതാണ് പറയുന്നത് കേട്ടോ. അതാണ് കറക്റ്റ് ആയിട്ട് ആ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി, അങ്ങനെയും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടിയും ശിക്ഷ, പെനാൾട്ടി വിധിക്കാം. അടുത്തത്, സമാനമായ കുറ്റകൃത്യം ചെയ്തതിന് 3 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെയോ തുടർന്നുള്ളതോ ആയ കുറ്റകൃത്യത്തിന് 2 വർഷം വരെ തടവോ 10000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. ഫസ്റ്റ് ടൈമിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ദെൻ സെക്കൻഡ് ടൈം ആവുമ്പോൾ മാറി, അതായത് 3 വർഷത്തിനുള്ളിൽ അയാളെ കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിച്ചതിന് ശേഷം അത് വീണ്ടും ഒരു 3 വർഷത്തിന്റെ ഉള്ളിൽ അയാൾ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, വിത്തിൻ 3 ഇയർ പറഞ്ഞു കേട്ടോ. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് ഒരു റിപ്പീറ്റബിൾ ഒഫൻസ് അല്ലാതായി മാറി. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ അദ്ദേഹം വീണ്ടും അത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 2 വർഷം വരെ തടവോ, അതായത് ഈ ഒരു 1 ഇയർ വരെ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ഇയർ വരെ ആയിട്ട് മാറും. 2 വർഷം വരെ മാക്സിമം കൊടുക്കാം. അതോടൊപ്പം തന്നെ 10000 രൂപയായിരിക്കും ഫൈൻ വരുന്നത് അല്ലെ. 10000 രൂപയായിരിക്കും അതിന് ഫൈൻ ഉണ്ടായിരിക്കുക. അപ്പൊ അതാണ് ഈ ഒരു റൂളില് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 184 പറയുന്നത്. നെക്സ്റ്റ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഡേഞ്ചറസ് ഡ്രൈവിംഗിൽ ഉൾപ്പെടും. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റോഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തെല്ലാം ഡേഞ്ചറസ് ഡ്രൈവിംഗിൽ ഉൾപ്പെടും എന്നുള്ളത് ഓരോരോ പോയിന്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊരു ഈ ഒരു കാര്യം ചെയ്യുന്നത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി ഇതിൽ നിന്ന് സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ചുവന്ന ലൈറ്റ് ചാടുന്നു, അതായത് റെഡ് ലൈറ്റ് ജമ്പിംഗ് എന്ന് പറയും അല്ലെ. നമ്മൾ സിഗ്നലിൽ ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് റെഡ് ലൈറ്റ് ഓൾറെഡി കത്തി നിൽക്കുകയാണ്, വാഹനത്തിൽ പോകാനുള്ള പെർമിഷൻ ഇല്ല അല്ലെ, റൈറ്റ് ഓഫ് വേ ഇല്ല, പെർമിഷൻ ഇല്ല. ആ പെർമിഷൻ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ആ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ദെൻ അടുത്തത്, ഒരു സ്റ്റോപ്പ് അടയാളം ലംഘിക്കുന്നു.
സ്റ്റോപ്പ് അടയാളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്റ്റോപ്പ് അടയാളം നമ്മളൊരു റെഡ് ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റോപ്പ് അടയാളം നമ്മൾ ട്രാഫിക് സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് അടയാളം ഇങ്ങനെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വാഹനം അവിടെ നിർത്തേണ്ടതാണ്, നിർബന്ധമായി നിർത്തേണ്ട ഒരു കേസാണ്. അപ്പൊ ആ സ്റ്റോപ്പ് അടയാളം ലംഘിക്കുകയാണെങ്കിൽ, റെഡ് ലൈറ്റും സ്റ്റോപ്പ് അടയാളം ഏകദേശം ഒരേ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഈ റെഡ് ലൈനിന്റെ തൊട്ട് മുന്നായിട്ട് സ്റ്റോപ്പ് സൈനും സ്റ്റോപ്പ് ലൈനും ഒക്കെ നമുക്ക് റോട്ടിൽ കാണാൻ പറ്റും, അത് ലംഘിക്കുകയാണെങ്കിൽ. ദെൻ അടുത്ത സി പറയുന്നത് ഡ്രൈവിംഗ് സമയത്ത് ഹാൻഡ് ഹെൽഡ് ആശയവിനിമയ ഉപകരണങ്ങളുടെ ഉപയോഗം. ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കയ്യിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ, അത് മൊബൈൽ ഫോൺ ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിലും അതാണ്. കാരണം നമ്മൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ തെറ്റാനും അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് മൂന്നാമത്തിൽ പറയുന്നത്, ഡ്രൈവിംഗ് സമയത്ത് ഹാൻഡ് ഹെൽഡ് ആശയവിനിമയങ്ങളുടെ ഉപകരണങ്ങളുടെ ഉപയോഗം. ദെൻ ഡി പറയുന്നത് നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ മറ്റു വാഹനങ്ങൾ കടന്നു പോവുകയോ മറികടക്കുകയോ ചെയ്യുക. നിയമവിരുദ്ധമായിട്ട് നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതിനെ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് നാലാമത്തെ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ പറയുന്നത്. ദെൻ ഇ അഞ്ചാമത്തത് ട്രാഫിക്കിന്റെ അംഗീകൃത ഒഴുക്കിനെതിരെ ഡ്രൈവിങ്. ട്രാഫിക്കിന്റെ അംഗീകൃത ഒഴുക്കിനെതിരെ ഡ്രൈവിങ്, അതായത് നമ്മൾ നോർമലി ഒരു വാഹനം പോകേണ്ട നമുക്ക് റോഡ് ഉണ്ട്, ആ വാഹനത്തിലൂടെ ഇവിടെ റോഡ് ഉണ്ട്, റോഡിൽ നമ്മൾ വാഹനം ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു വൺ വേ ഒക്കെ അറേഞ്ച് ചെയ്ത സ്ഥലത്ത് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരിക അല്ലെ, അല്ല അവിടെ കൂടുതൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത് കഴിവും ശ്രദ്ധയുമുള്ള ഒരു ഡ്രൈവർ പ്രതീക്ഷിക്കുന്നതിലും വളരെ താഴെയായി വാഹനം ഓടിക്കുന്നത് അപകടകരമാണെന്ന് സമർത്ഥനും ശ്രദ്ധയുമുള്ളതുമായ ഒരു ഡ്രൈവർക്ക് വ്യക്തമാകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു. അപ്പോൾ നല്ല കഴിവുള്ള ഒരു ഡ്രൈവർ ഉണ്ട്, അങ്ങനെ ആ ഡ്രൈവർ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ താഴെ, അയാൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്പീഡിനേക്കാളും താഴെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ അതും ഒരു ഡേഞ്ചറസ് ഡ്രൈവിംഗിൽ ഉദാഹരണത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിലാണ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് വരിക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സെക്ഷൻ 183 184 പറഞ്ഞത്. ഇതിലെ ഫൈനിന്റെ എമൗണ്ട്, അതേപോലെ തന്നെ എത്ര കാലത്തേക്കാണ് ഇംപ്രിസ്മെന്റ് തടവ് ശിക്ഷ ലഭിക്കുക എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേ ഒഫൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഫൈൻ്റെ കാര്യവും മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ഫസ്റ്റ് കാണിച്ചൊരു 3 ക്വസ്റ്റ്യന്റെ ആൻസറും ഈ ഒരു കാര്യത്തിൽ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ 2 ക്വസ്റ്റ്യന്റെ ഡയറക്റ്റ്ലി വന്ന ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, എല്ലാ ക്വസ്റ്റ്യനോടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോംബോ ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്റ്റും സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസും കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ സെക്ഷൻസിലെ 183ഉം 184ഉം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.